ഐശ്വര്യ, അതെ, ഐശ്വര്യ ഈ കുടുംബത്തിന്റെ നാഥ. മതിയമ്മേ എന്നെ ഇങ്ങനെ പുകഴ്ത്തിയത്. എനിക്കെന്റെ അമ്മയുടെ സ്നേഹമുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല മോളെ. ഇക്കാലത്ത് സ്വന്തം മകള് പോലും ചെയ്യാത്ത കാര്യോ മരുമോളായി നീ ചെയ്തത്. ഏതായാലും കണ്ണിൽ ഇരുട്ട് കയറിയ സമയത്തെങ്കിലും ആ മരുമകൾക്ക് അമ്മയെ പരിചരിക്കാനുള്ള അവസരം കിട്ടിയല്ലോ. അത്തരം കാര്യങ്ങൾക്കാണ് ദൈവത്തിന്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അമ്മേ എന്നിങ്ങനെ ഒത്തിരി പുകഴ്ത്തി പറഞ്ഞാലേ ഇവിടെ ചിലർക്ക് അത് പിടിക്കില്ല കേട്ടോ. പിടിക്കാത്തവരവിടെ നിൽക്കട്ടെ. എനിക്കെന്റെ കാര്യം പറഞ്ഞല്ലേ പറ്റൂ. ഐശ്വര്യ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ്. ആത്മപ്രശംസ പോലെ തന്നെ മോശമാണ് വ്യക്തിപൂജി. നന്ദികേട് കാണിക്കുന്നതും തെറ്റാ. എനിക്ക് ഉപകാരം ചെയ്തു തന്ന അത് മക്കളായാലും ഞാൻ തിരിച്ചു നന്ദി പറയും. ഐശ്വര്യ എനിക്ക് എത്ര പ്രശംസിച്ചാലും തൃപ്തി വരികയില്ല. പോട്ടമ്മേ, ഞാൻ എന്റെ കടമ ചെയ്തു, അത്രമാത്രം. കടമ ചെയ്തത് അമ്മ. വേണ്ട, ഇവൾക്ക് യാതൊരു എളുപ്പമില്ലല്ലോ ഏട്ടാ. ഏതായാലും ഈ ആപത്ത് സമയത്ത് ഒരു മരുമകളെങ്കിലും ത്യാഗദേവതയായി കൂടെ ഉണ്ടായല്ലോ. അത് ഞങ്ങൾ 3 മക്കളുടെയും ഭാഗ്യ. ഉള്ള കാര്യം ഞാനങ്ങ് തുറന്നു പറഞ്ഞേ ഉള്ളൂ. ഐശ്വര്യ ത്യാഗദേവത തന്നെയാ. അവൾ അവളുടെ കാര്യങ്ങൾ പോലും ഉപേക്ഷിച്ച എന്നെ നോക്കിയത്. ഐശ്വര്യ ചെയ്തത് പുണ്യപ്രവൃത്തി തന്നെയാ. സന്തോഷം. അക്കാര്യം പറഞ്ഞ് ഒരു തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഏതായാലും എല്ലാവരോടുമായി ഞാനൊരു കാര്യം ഇവിടെ അറിയിക്കാം. എന്റെ കണ്ണിലെ കെട്ടഴിക്കുന്ന ദിവസം ഞാൻ എന്റെ ഐശ്വര്യമോക്കൊരു സമ്മാനം കൊടുക്കും. ഓ അമ്മ. ആ പോവാ മോളെ. ഇത് മോൾക്ക് ഏടത്തിയുടെ വക ഒരു സമ്മാനം. അയ്യോ ദൈവമേ, ഈ അങ്കിള് തണുത്തിട്ട് വരയ്ക്കാണല്ലോ. എന്ത് ചെയ്യും? അങ്കിള് അങ്കിള് ദാ ഈ സ്വെറ്റർ ഇട്ടോ. അപ്പൊ പിന്നെ തണുപ്പ് മാറിക്കിട്ടും. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു മോളെ. ആ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അങ്കിളിന് തണുക്കില്ലേ? ദാ ഇതിട്ടോ, വാങ്ങിക്കേ. അങ്കിളിന് പനി ഇനി മാറിയില്ലല്ലേ? ഇല്ല മോളെ, പനി ഇപ്പോഴും ഉണ്ട്. അതാ ഞാൻ മാസ്ക് എടുക്കാത്തെ. ഇത് പകരുന്ന പനിയാ. മോള് പൊയ്ക്കോ. എനിക്കത്ര ധൃതിയൊന്നും ഇല്ല അങ്കിള്. അതല്ല, ഞാനിവിടുത്തെ സെക്യൂരിറ്റി അല്ലേ. സെർവന്റിനോടൊക്കെ കൂടുതൽ സംസാരിക്കുന്നത് ഇവിടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഏയ് അങ്ങനൊന്നുമില്ല. എന്റെ വീട്ടുകാർ അത്രക്കാരൊന്നും അല്ല. അങ്കിളിനോട് സംസാരിച്ചെന്ന് വെച്ച് ഇവിടെ ആരും എന്നെ വഴക്ക് പറയാൻ പോകുന്നില്ല. അല്ല, ഭർത്താവിന്റെ അമ്മ? അമ്മ 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 ഒട്ടും പറയില്ല. ഏറ്റവും കൂടുതൽ മനുഷ്യപ്പറ്റുള്ളത് അമ്മയ്ക്കാ. ആ
പിന്നെ അങ്കിളിന് എന്താവശ്യം വന്നാലും എന്നോട് പറയണം കേട്ടോ. എനിക്കങ്ങനെ ആവശ്യങ്ങളൊന്നുമില്ല മോളെ. ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ചോദിക്കാൻ മടിയായിരിക്കും അല്ലേ? എന്റെ അച്ഛൻ ഇതുപോലെ തന്നെയാ. അങ്കിളിന് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. അല്ല, അങ്കിളിനൊരു മോളുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ മോളോട് ചോദിക്കുന്ന പോലെ തന്നെ എന്നോടും ചോദിച്ചാ മതി. എങ്കിൽ പിന്നെ അങ്കിൾ കിടന്നുറങ്ങിക്കോ, ഞാൻ ചെല്ലട്ടെ. തനിക്ക് വലിയ തിരക്കാണല്ലോ. ഓ, എന്ത് തിരക്ക്? ഇപ്പൊ എവിടെ പോയതായിരുന്നു? ആ സെക്യൂരിറ്റി അങ്കിളിന് ഒരു സ്വെറ്റർ കൊടുക്കാൻ വേണ്ടി പോയതാ. അങ്കിള് തണുത്ത് വിറക്കായിരുന്നു. ഒരു ബന്ധമില്ലാത്ത സെക്യൂരിറ്റി അങ്കിളിനോട് പോലും തനിക്ക് എന്ത് കരുതലും പരിഗണനയാണോ? വെറുതെ അല്ല തന്റെ ഈ ഹൃദയത്തില് ദൈവം കുടിയേറി പാർക്കുന്ന. നന്മയും കരുണയും ഉള്ളവരുടെ മനസ്സിലെ ദൈവം ഇരിക്കൂ. അതെന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാ. അല്ല, അമ്മയുടെ അടുത്തുള്ള തന്റെ ഡ്യൂട്ടി എങ്ങനെയാ? തീർന്നോ? തീർന്നിട്ടില്ല. എങ്ങനെ തീരും? അത് ഡ്യൂട്ടി അല്ലല്ലോ, ഉത്തരവാദിത്വം അല്ലേ? ഡ്യൂട്ടിയും ഉത്തരവാദിത്വം തനിക്ക്, ക്രെഡിറ്റ് ഐശ്വര്യ അടുത്തേക്ക്. ഇതൊന്നും എനിക്കത്ര രസിക്കുന്നില്ല കേട്ടോ. പലരും പലതും ചെയ്യുന്നത് ലാഭത്തിനോ ക്രെഡിറ്റിനോ ഒക്കെ വേണ്ടിയായിരിക്കും സർ. പക്ഷെ എനിക്കങ്ങനെ ഒരു കാര്യത്തിനും തോന്നിയിട്ടില്ല. അത് ചെറുപ്പം മുതലേ തന്റെ അച്ഛനും അമ്മയും തന്നെ അങ്ങനെ പഠിപ്പിച്ചോണ്ടാ. മാത്രമല്ല തന്റെ ശീലവും സ്വഭാവവും അത് തന്നെയാ. ആ, എല്ലാവരും എന്റെ ശ്യാമയെ പോലെ ആവണമെന്നില്ലല്ലോ. ക്രെഡിറ്റും ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും തനിക്ക് വേണ്ട ശ്യാമേ. എന്തായാലും എന്റെ അമ്മയെ ഒരു പോറല് പോലും ഏൽക്കാതെ നോക്കുന്നത് താനല്ലേ. അത് എനിക്ക് എന്ത് സന്തോഷാണെന്നറിയോ? സ്വന്തം മകളെ പോലെ നിന്ന് സ്വന്തം അമ്മയാണെന്ന് കരുതി എന്റെ അമ്മയെ താൻ നോക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സിന് എന്ത് കുളിരാണെന്നറിയോ? അമ്മയെ അറിയാതെയാണെങ്കിലും അമ്മയെ നോക്കാനുള്ള ഭാഗ്യം തനിക്ക് കിട്ടിയല്ലോ. അത് തന്റെ എന്റെ അനുഗ്രഹ. എത്രയൊക്കെ എന്നോട് വഴക്ക് പറഞ്ഞാലും എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ സർ. അമ്മയുടെ സ്നേഹം കൂടാൻ കാരണങ്ങൾ ഒത്തിരിയുണ്ട്. അമ്മയുടെ മുൻപില് എനിക്ക് വല്ലാത്തൊരു കുറ്റബോധമുണ്ട്. എന്തിന്? അമ്മ ഈ മകൻ ആഗ്രഹിച്ചത് എന്നെപ്പോലത്തെ ഒരു മരുമകളെ അല്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ അഖിൽ സാറിന്റെ ഭാര്യയായി. ആ ഒരു കുറ്റബോധം. നിർഭാഗ്യവശാലല്ല, ഭാഗ്യവശാൽ എന്റെ ഭാര്യയായി. അത് എന്റെ ഭാഗ്യ. ഞാൻ മനസ്സിലാഗ്രഹിച്ചത് ഭർത്താവിനെ ഇടാപോടാന്ന് വിളിക്കുകയും ഭർത്താവിന്റെ മുമ്പിലിരുന്ന് സ്മോക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു പാശ്ചാത്യ സുന്ദരിയല്ലല്ലോ. എള്ളെണ്ണ പുരട്ടി കുളിച്ച് മുടിയിൽ തുളസിക്കതിരും ചൂടി തിരുനെറ്റിയിൽ ചാർത്തുന്ന ചന്ദനത്തിന്റെ മണമുള്ള ഒരു കളങ്കവുമില്ലാത്ത ഒരു നാടൻ പെണ്ണിനെയായിരുന്നു. അത് എനിക്ക് കിട്ടിയല്ലോ. അഖിൽ സാറിന്റെ അമ്മയോട് എനിക്ക് വലിയ സ്നേഹം സർ. ദൈവങ്ങളെ ആരാധിക്കുന്ന പോലത്തെ ഒരു സ്നേഹം. അതെന്താണ്? ഇതുപോലെ വലിയ മനസ്സുള്ള ഒരു മകനെ പ്രസവിച്ചത് ആ അമ്മയല്ലേ. ആ സ്നേഹം, ആ സ്നേഹമൊക്കെ എനിക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ കഴിയാ?
അമ്മയുടെ പ്രിയപ്പെട്ട ആളായിട്ട് എപ്പോഴും ഒറ്റൊട്ടി നടക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പം എന്ത് പറ്റി? ഞാൻ എപ്പോഴും അമ്മയുടെ പ്രിയപ്പെട്ട ആള് തന്നെയാ. എന്നിട്ടാണോ അമ്മയുടെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ നീ ആ പരിസരത്ത് പോലും എടുക്കാത്തത്? എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്ന് പറയുന്നു. നീ ബ്യൂട്ടി പാർലറിൽ പോകുന്നു, നിന്റെ സൗന്ദര്യം സംരക്ഷിക്കുന്നു. തക്കം കിട്ടിയാൽ ഈ കുടുംബത്തിലുള്ളവർക്കിട്ട് വേല വെക്കാൻ ശ്രമിക്കുന്നു. ദേ അരുൺ, മര്യാദയോട് പറയരുത്. ഐശ്വര്യ, ഞാൻ ഈ പറയുന്ന കാര്യമല്ലേ? അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നതും ശ്യാമയല്ലേ? എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിനക്ക്. ദേ, നിനക്ക് മനസ്സോ മനസാക്ഷിയോ എന്തെങ്കിലും ഉണ്ടോടി? മനസാക്ഷിയുള്ള ഒരാളെ കെട്ടായിരുന്നില്ലേ? അയ്യോ, വലിയൊരു സുനാമിയാണ് എന്റെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് ഞാനന്ന് അറിഞ്ഞില്ല. ദേ അരുൺ, നീ പോയി ആ ശ്യാമയെ കണ്ടു പഠിക്ക്. അവളോടൊപ്പം നടന്ന് കുറച്ച് നല്ല സ്വഭാവവും പെരുമാറ്റവും പഠിക്ക്. ഈ മനസ്സുകളുടെ നന്മ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്ക്. നിങ്ങൾക്ക് ശ്യാമയോട് കുറച്ച് അടുപ്പം കൂടുതലാണെന്ന് എനിക്കറിയാം. അതേടി, എനിക്ക് ശ്യാമയോട് അടുപ്പം ഒരല്പം കൂടുതൽ തന്നെയാ. എന്റെ കൊച്ചനുജത്തിയാണ് അവളെങ്കിലും എനിക്ക് അവളോട് ബഹുമാനാ കൂടുതൽ. ഈ വീട്ടിലെ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ശ്യാമപ്രേമം എന്നെ ഒരു ഭ്രാന്തിയാക്കും. അതിനെന്താ ഇത്ര സംശയം? ആ കൊച്ചിനോടുള്ള നിന്റെ ഈഗോ നീ എന്ന് മനസ്സിൽ നിന്ന് കളയുന്നോ അന്നേ നിനക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടും. അവളോട് എനിക്കുള്ള പക ഒരു കാലത്തും തീരില്ല. വേണ്ട, നീ ആ പകയായിട്ട് തന്നെ നടന്നു. അവൾക്കൊന്നും പറ്റാൻ പോകുന്നില്ല. പറ്റുന്നത് മുഴുവൻ നിനക്കായിരിക്കും. നീ നിന്റെ ജീവിതം നശിപ്പിക്കും, അതിനോടൊപ്പം എന്റെയും. ഗത്യന്തരം ഇല്ലെങ്കിലേ അവളെ ഞാനങ്ങ് കൊന്നുകളയും. അപ്പോഴും ജയിലിലാവുന്ന നീ തന്നെയാ. ജീവപര്യന്തം നിനക്ക് ജയിലിൽ കിടക്കാം. ഇത് നിന്റെ വിധി. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അതെ, ശ്യാമയെ നിനക്കൊന്ന് തൊടാൻ പോലും സാധിക്കില്ല. ശ്യാമയുടെ ചൈതന്യം അത്രയ്ക്ക് ഭയങ്കരമാ. അദൃശ്യമായി അവൾക്ക് ചുറ്റും ദൈവങ്ങളുടെ കാവലുണ്ട്. കൊല്ലാൻ ചെല്ലുന്ന നീ കൊല്ലപ്പെടും. നീ ചാകാതിരിക്കാൻ നോക്കാദ്യം. അവള് ശ്യാമയെ കൊല്ലാൻ നടക്കുന്നു. ജീവപര്യന്തം ജയിലിൽ കിടന്നാലും വേണ്ടില്ല, അവളെ ഞാൻ ഇല്ലാതാക്കും. ഐശ്വര്യേ, എന്താ അമ്മേ? നല്ല ഉറക്കം വരുന്നു. അത്ര നല്ല സുഖം. ആ, അമ്മ ഒന്ന് ചോദിക്കട്ടെ, ദേഷ്യപ്പെടല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടില് പണ്ട് മർമാണി വൈദ്യന്മാരോ ലാടഗുരുക്കന്മാരോ ഉണ്ടായിരുന്നോ? നിനക്കറിയാവുന്നവര്? എന്താ അമ്മേ അങ്ങനെ ചോദിച്ചേ? അല്ല, നിനക്ക് നന്നായിട്ട് തിരുമാനറിയാം. അത് തന്നെയാ ഈ മസാജ്. എന്തായാലും ഐശ്വര്യയുടെ ഡാഡിയും മമ്മിയും വളരെയധികം പുണ്യം ചെയ്തവരാ. അല്ലെങ്കിൽ ഇത്രയും സ്നേഹവതിയായ ഒരു മകൾ ഉണ്ടാവില്ലായിരുന്നു. എന്റെ അരുൺ എത്ര ഭാഗ്യവാനാ. ഇത്രയും നല്ലൊരു ഭാര്യയെ അവന് ഈ ജന്മത്ത് കിട്ടുമോ? ഐശ്വര്യ, എന്താ അമ്മേ? ഞാനിവിടെ നിൽക്കൂലേ, ഞാൻ സംസാരിച്ചോളാം. നിനക്കെന്താ മോളെ ഒരു ദുഃഖം പോലെ? നീ എന്താ ഒന്നും സംസാരിക്കാത്തെ? ഞാൻ സംസാരിച്ചോളാം. എനിക്ക് ഒരേ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ അമ്മേ. എന്നാലും ആ ശ്യാമ അമ്മയുടെ ഏറ്റവും ഇളയ മോന്റെ ഭാര്യയല്ലേ. അവള് എന്റെ അമ്മയോട് ഈ ക്രൂരത ചെയ്തല്ലോ എന്നുള്ള സങ്കടം എനിക്ക്. നീ തിരുമിക്കൂടി. ശ്യാമ, അവളെന്റെ അഖിക്ക് പറ്റിയൊരു കൈത്തറ്റ.
അവളെന്റെ മരുമകളല്ല. ഈ വീട്ടിൽ അധികകാലം അവള് വാഴുകയില്ല. എന്നാലും ആക്കി പോയി താലി കെട്ടിക്കൊണ്ട് വന്നതല്ലേ അമ്മേ. അവൾ എത്ര പെടുമാറണമാണെങ്കിലും അങ്ങനെ ഇറക്കി വിട്ട നാട്ടുകാരെന്ത് പറയും? നാട്ടുകാർ പോയി അവരവരുടെ വീട്ടുകളിലെ മരുമക്കളുടെ കാര്യം അന്വേഷിക്കട്ടെ. അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശ്യാമ അഖിലിന്റെ ഭാര്യയായി അധികകാലം ജീവിക്കില്ല ഐശ്വര്യ. ഇത് പറയുന്നത് വസുന്ധരയാ. ആനന്ദ നിലയത്തിൽ എന്റെ 2 മരുമക്കളെ മാത്രമേ ഞാൻ അംഗീകരിച്ചിട്ടുള്ളൂ. അതിൽ അമൃതയ്ക്ക് എന്നോട് അങ്ങനെ ആത്മാർത്ഥതയൊന്നുമില്ല. എന്റെ യഥാർത്ഥ മരുമകളെ എന്റെ എന്തൊക്കെ വഴക്ക് പറഞ്ഞെങ്കിൽ എന്താ, അമ്മയുടെ ഉമ്മ കിട്ടിയത് എനിക്ക്. എടി, നിനക്ക് കിട്ടിയ ഉമ്മ എനിക്കുള്ളതാ. നിന്നെ ഞാൻ വൈകാതെ തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും. നീ നോക്കിക്കോ. അമ്മ ഉമ്മ തന്നപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയമ്മേ. എന്റെ ഈ കവളിലൂടെ ഒരു ഉമ്മ തരാവോ? എൻ്റെ ദൈവമേ, ഞാനങ്ങനെ പോവും. തോട്ട് കഴിഞ്ഞു. പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ ഇവിടുത്തെ അവസ്ഥ കണ്ട് ഞാൻ എങ്ങനെ സമാധാനത്തോടെ വീട്ടിൽ പോവും?